നമസ്കാരം, വോൾസ് ഇലക്ട്രോണിക്സിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഷോർട്സ് വീഡിയോയിൽ ഞാനൊരു മോണിറ്റർ ബോക്സിനെ പരിചയപ്പെടുത്തിയിരുന്നു. നിയർ ബൈ 04 ESI എന്ന് പറയുന്നൊരു മോണിറ്റർ ബോക്സ്. അതിന് അത്യാവശ്യം നല്ല വില വരുന്നൊരു മോണിറ്റർ ബോക്സ് ആയിരുന്നു. ഇത്രയും വില പിടിച്ച മോണിറ്റർ ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നിങ്ങൾക്കൂടെ അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് റിപ്പയർ ചെയ്യുന്ന വീഡിയോയും കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കംപ്ലൈൻ്റ് എന്ന് നോക്കിയതിന് ശേഷം അത് പരിഹരിച്ച് നമുക്ക് റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മോണിറ്റർ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്ത് കംപ്ലൈൻ്റ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തന്നെ പരിഹരിക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ച് എടുക്കാം. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. മോട്ടർ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു ആംപ്ലിഫയർ ബോർഡ്, ഒരു പവർ സപ്ലൈക്ക് വേണ്ടിയുള്ള ട്രാൻസ്ഫോമർ, ഒരു എയർ വിൻഡ്, സബ് വൂഫറിൻ്റെ എയർ പോകാൻ വേണ്ടിയുള്ള ഇത്രയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്നത് രണ്ട് മെയിൻ ഫിൽറ്ററും ബഡ്ജാറ്റ് അതിൻ്റെ ക്യാപ്പൊക്കെ പൊട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോട്ടർ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് മെയിൻ ഫിൽറ്റർ ബഡ്ജാറ്റ് ഇതിൻ്റെ ക്യാപ്പൊക്കെ പൊട്ടിയിരിക്കുന്നത് കാണാം. അപ്പം അത് റീപ്ലേസ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ഉള്ളത് AC പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഇൻഡിക്കേഷൻ ഒന്നും കാണിക്കുന്നത്, ഒരു അനക്കവും ഇല്ലാതിരിക്കുക, ഫുൾ ഡെഡാണ്. അപ്പോൾ ആ പവർ സപ്ലൈ എന്താണെന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു നിയർ 04 ESI എന്ന് പറയുന്ന ഒരു വിദേശ ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അതിൻ്റെ അതേ വിലയും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ആംപ്ലിഫയർ ബോർഡ്, ഒരു പവർ സപ്ലൈക്ക് വേണ്ടി ചെറിയ ട്രാൻസ്ഫോമർ, രണ്ട് ചെറിയ സ്പീക്കർ, രണ്ട് ബോക്സ്, ഇത്രയും കൂടെ അവർ ഈടാക്കുന്ന പൈസ എന്ന് പറയുന്നത് 25,000 മുതൽ 75,000 വരെയൊക്കെയാണ് വാങ്ങുന്നത്. ബ്രാൻഡിൻ്റെ വാല്യൂ ഉണ്ട്. പിന്നെ വലിയ കമ്പനികളാകുമ്പോൾ അതിൻ്റെ സ്റ്റാഫ് കാര്യങ്ങളെല്ലാം ശമ്പളം കൊടുക്കണം, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ അടിപൊളി ഒരു 100 വാട്ട്സ് ആംപ്ലിഫയർ സ്റ്റീരിയോ ഒക്കെ ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് പാനലൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ അടുത്ത് 12,000 എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര മടിയാണ്. ഒരു ആംപ്ലിഫയർ ഫുള്ളായിട്ട് അസംബ്ലി എടുക്കാൻ 2-3 ദിവസത്തെ ജോലിയുണ്ട്. പിന്നെ അതിലും എത്ര കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഓരോ കസ്റ്റമറും ചോദിക്കുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും വില പേശി തന്നെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്തതാണ്. ഇതിൻ്റെ മെയിൻ ഫിൽറ്റർ 2 ചേഞ്ച് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു, അതും മാറ്റി. പ്രാഥമികമായിട്ട് കണ്ടിട്ടുള്ള കംപ്ലൈൻ്റ് എല്ലാം ഇതായിരുന്നു. ഇനി സപ്ലൈ കൊടുത്ത് നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കണം, വർക്ക് ചെയ്യുന്നുണ്ടോ. അതിന് സ്പീക്കറിൻ്റെ കണക്ഷനും എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പീക്കറിൻ്റെ കണക്ഷൻ, കോളിംഗ് കൺട്രോൾ കണക്ഷൻ, ഫ്രണ്ടിലെ ഇൻഡിക്കേഷൻ എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ബോർഡിനെ ഇളക്കിയെടുത്തത്. ഇനി തിരിച്ച് അതേപോലെ നമുക്ക് റീസെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ മോണിറ്റർ ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യണം. നേരത്തെ എങ്ങനെയാണ് ഇരുന്ന് അതേപോലെ. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചൊക്കെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗമ്മൊക്കെ ഉപയോഗിച്ചാണ് അവർ സീൽ ചെയ്തിരുന്നത്. കാരണം ശകലം പോലെ എയർ വെളിയിൽ പോയിട്ട് വൈബ്രേഷനൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സീൽ ചെയ്തിരുന്നത്. അതിനൊക്കെ നമ്മൾ കുത്തി ഇളക്കിയിട്ടാണ് നമ്മൾ സ്വിച്ചൊക്കെ പുറത്തെടുത്ത് റീപ്ലേസ് ചെയ്തത്.
അപ്പോൾ തിരിച്ച് സ്വിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. തിരിച്ച് അതേപോലെ കമ്പനി എങ്ങനെയാണ് സീൽ ചെയ്തിരുന്നത് അതേപോലെ നമുക്കും സീൽ ചെയ്തിട്ട് വേണം തിരിച്ചടയ്ക്കാൻ. അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് വൈബ്രേഷനൊക്കെ കൂടുതലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതിനെ സീൽ ചെയ്ത് എടുക്കുകയാണ്. ഇത്തരം മോണിറ്റർ ബോക്സുകൾ നമ്മൾ DVD പ്ലെയറിൻ്റെ USB മോഡ്യൂളിൻ്റെയൊക്കെ ആഡിയോ സ്ക്രീനിൽ കൊടുത്ത് മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സുഖവും കേൾക്കില്ല. കാരണം ചെറിയ ബാസും ചെറിയ ട്രബിളും മാത്രമേ ഇതിനകത്തുനിന്ന് വരത്തുള്ളൂ. ഇതൊക്കെ വർക്ക് ചെയ്യിക്കേണ്ടത് ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളുടെ ഓഡിയോ മിക്സറിൻ്റെ മെയിൻ ഔട്ട് ഇതിൽ കൊടുത്ത് പ്ലേ ചെയ്യിച്ചാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് നമുക്കറിയാൻ പറ്റൂ. അതും TRS ഇൻപുട്ടൊക്കെ കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റ് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും ഉടനെ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.